വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 11 അധ്യായം അതിൻ്റെ 14 മുതൽ നമുക്കൊന്ന് വായിക്കാം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 11 അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. അവൻ ഊമനായ ഒരു പിശാചിനെ ബഹിഷ്കരിക്കുകയായിരുന്നു. പിശാച് പുറത്തുപോയപ്പോൾ ആ ഊമൻ സംസാരിച്ചു. ജനങ്ങൾ അത്ഭുതപ്പെട്ടു. അവരിൽ ചിലർ പറഞ്ഞു, അവൻ പിശാചുകളുടെ തലവനായ ബേൽസെബൂലിനെ കൊണ്ടാണ് പിശാചുകളെ ബഹിഷ്കരിക്കുന്നത്. വേറെ ചിലർ അവനെ പരീക്ഷിക്കുവാൻ സ്വർഗത്തിൽ നിന്ന് ഒരു അടയാളം അവനോട് ആവശ്യപ്പെട്ടു. അവരുടെ വിചാരങ്ങൾ അറിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു, അന്തഛിദ്രമുള്ള രാജ്യം നശിച്ചു പോകും, അന്തഛിദ്രമുള്ള ഭവനവും വീണുപോകും. സാത്താൻ തനിക്ക് തന്നെ എതിരായി ഭിന്നിച്ചാൽ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ഞാൻ ബേൽസെബൂലിനെ കൊണ്ട് പിശാചുക്കളെ പുറത്താക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു. ബേൽസെബൂലിനെ കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പുത്രന്മാർ ആരെ കൊണ്ടാണ് അവയെ ബഹിഷ്കരിക്കുന്നത്? അതുകൊണ്ട് അവർ നിങ്ങളുടെ വിധികർത്താക്കളായിരിക്കും. എന്നാൽ ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. യേശുവെ ആരാധിക്കുന്നു, യേശുവെ സ്തോത്രം ചെയ്യുന്നു. ഈ അധ്യായം വായിക്കുമ്പോഴെല്ലാം ഡെലിവറൻസ് ശുശ്രൂഷയെക്കുറിച്ചാണ് ശക്തമായി നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. യേശു ചെയ്ത ശുശ്രൂഷയിൽ പലർക്കും ഡെലിവറൻസ് ശുശ്രൂഷയെ പറ്റി അറിയത്തില്ല. യേശു ഇവിടെ നൽകുന്ന വലിയ കുറച്ച് അറിവുകളിലൂടെ നമുക്ക് ഈ വചനഭാഗം നമുക്കൊന്ന് ധ്യാനിക്കാം. ഇവിടെ ഒരു വൺ ഡെലിവറൻസിന് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒരു ഊമനായ ഒരു പിശാചിനെ ബഹിഷ്കരിക്കുമ്പോൾ അത് പുറത്തു പോയപ്പോൾ ഊമൻ സംസാരിച്ചു. ഈ ശുശ്രൂഷ കൊണ്ട് ജനങ്ങൾ അത്ഭുതപ്പെട്ടു. ഈ പ്രവൃത്തി കണ്ടപ്പോൾ അവിടെ നിന്ന ചിലർ അവർ പറഞ്ഞു, അവൻ ബേൽസെബൂലിനെ കൊണ്ടാണ് ബഹിഷ്കരിക്കുന്നത്. ബേൽസെബൂൽ രോഗശാന്തിയുടെ ദേവനാണ്. ബേൽസെബൂൽ ഹീലിംഗ് ചെയ്യും. ബേൽസെബൂലിനെ പറ്റി 2 രാജാക്കന്മാരുടെ പുസ്തകത്തിനകത്തെല്ലാം കാണാൻ സാധിക്കും. അവരുടെ പുസ്തകത്തിൽ ഈച്ചകളുടെ ദേവെന്നും ഒക്കെ ഇതിനെ വിളിക്കുന്നുണ്ട്. ഈ ബേൽസെബൂലിനെ കൊണ്ടാണ് നീ പുറത്താക്കുന്നത്. കാരണം രോഗസൗഖ്യത്തിന് ഇവരെല്ലാം പോകുന്നത് ബേൽസെബൂലിൻ്റെ അടുത്താണ്. അപ്പം ഹീലറാണ് ബേൽസെബൂൽ. അപ്പം നീ ചെയ്യുന്നത് ബേൽസെബൂലിനെ കൊണ്ടാണ്. ദൈവം അവിടെ നിന്നുകൊണ്ട് ദൈവം തൻ്റെ ശക്തിയാൽ അന്ധകാരത്തെ പുറത്താക്കുമ്പോൾ ആ ദൈവത്തിനെ വരെ കുറ്റം പറയുന്നവരെ നമുക്കവിടെ കാണാൻ സാധിക്കും. സാക്ഷാൽ ദൈവത്തെ വരെ കുറ്റം പറയുമ്പോഴാണ് ഡെലിവറൻസ് പ്രയറിന് പോകുന്ന നമ്മളെയൊക്കെ ജനം എത്രയധികം കുറ്റപ്പെടുത്തും. സ്തോത്രം. യേശു പറയുകയാണ്, സാത്താൻ്റെ രാജ്യത്തിനെതിരായി പ്രവർത്തിച്ചാൽ അവൻ്റെ രാജ്യം നിലനിൽക്കുമോ? നമ്മളിവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതാണ്. ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി നമ്മളെ ഡെലിവറൻസ് ചെയ്താൽ യേശു പറയുകയാണ്, നിന്നിൽ ദൈവരാജ്യം വന്നു. ദൈവരാജ്യം നമ്മളിൽ വരണമെങ്കിൽ ഡെലിവറൻസിന് വിധേയപ്പെടണം എന്ന് യേശു വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. ഡെലിവറൻസിന് വിധേയപ്പെട്ടാൽ അല്ലാതെ ഒരുവരിൽ ദൈവരാജ്യത്തിൻ്റെ ശക്തി ഇറങ്ങത്തില്ല. അത് തെളിയിക്കാൻ തുടർന്ന് താഴോട്ട് യേശു വളരെ കറക്റ്റായിട്ട് എക്സാമ്പിൾ അവിടെ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. ശക്തിയാൽ വിടുതൽ ലഭിക്കും. എന്നാൽ ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാചുക്കളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്ന് കഴിഞ്ഞിരിക്കുന്നു. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ഒരുവൻ്റെ അവസ്ഥ യേശു പറയുകയാണ്, ശക്തൻ ആയുധധാരിയായി തൻ്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ വസ്തുക്കൾ സുരക്ഷിതമാണ്. എന്നാൽ കൂടുതൽ ശക്തനായ ഒരുവൻ അവനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ അവൻ ആശ്രയിച്ചിരിക്കുന്ന ആയുധങ്ങൾ മറ്റവൻ അപഹരിക്കുകയും കൊള്ള മുതൽ ഭാഗിച്ചെടുക്കുകയും ചെയ്യും. സ്തോത്രം, ഹല്ലേലൂയ. എന്താണ് ഇങ്ങനൊരു അർത്ഥം കൊണ്ട് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അതിനു മുമ്പ് യേശു പറഞ്ഞു കഴിഞ്ഞു, ദൈവാത്മാവിനെ കൊണ്ട് ഞാൻ വിടുതൽ നൽകിയാൽ അന്ധകാരം പുറത്തു പോകും, ദൈവരാജ്യം നിങ്ങൾ വരും. തുടർന്ന് താഴോട്ട് പറയാം, ശക്തൻ ആയ ഒരുത്തൻ അവൻ്റെ ആയുധവർഗം കൊണ്ട് നിങ്ങളുടെ ഭവനത്തെ കീഴ്പ്പെടുത്തിയിരിക്കുകയാണ്. അതായത് അന്ധകാരത്തിൻ്റെ അടിമത്തത്തിൽ, ശാപത്തിൻ്റെ കെട്ടുകളിൽ, കണ്ണുനീരിൻ്റെ കെട്ടുകളിൽ, പാപത്തിൻ്റെ കെട്ടുകളിൽ നമ്മുടെ ഭവനങ്ങൾ, വ്യക്തിജീവിതങ്ങൾ അന്ധകാരത്തിൻ്റെ അധീനതയിൽ അവൻ ശക്തനാണെന്നാണ് പറയുന്നത്. നിന്റെ ഭവനത്തിൽ അന്ധകാരത്തിൻ്റെ ആധിപത്യം വളരെ ബലപ്പെട്ടിരിക്കുക.
പല രീതിയിലും മണ്ണിൻ്റെ മേൽ ആയിരിക്കുന്ന ഭവനം ബ്ലസ് ചെയ്തിട്ടുള്ളതാണോ? കണ്ണുനീര് വീണ മണ്ണാണോ? ശാപം കിട്ടിയ മണ്ണാണോ? പാപം നടന്നിട്ടുള്ള മണ്ണാണോ? എങ്കിൽ അത് അന്ധകാരത്തിൻ്റെ കയ്യിൽ ബലപ്പെട്ടിരിക്കുക. ശക്തനവിടെ വസിച്ചുകൊണ്ടിരിക്കുക, അവൻ്റെ ആധിപത്യത്തിലാണ്. അവിടെ ആര് വന്നാലും ആര് വസിച്ചാലും ആരവിടെ ജീവിച്ചാലും അവരെ ഉയർത്തത്തില്ല, അവൻ കെട്ടിട്ടിരിക്കുക. അതാണ് ബലവാൻ അവനെ പിടിച്ചു കെട്ടിയിരിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. ഇതാണ് പല ഭവനത്തിൻ്റെ അവസ്ഥ. എപ്പോഴും നമ്മൾ പരിശോധിച്ച് നോക്കണം, നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ഭവനത്തിൽ ആധിപത്യം പുലർത്തിയിരിക്കുന്ന ഒരുവൻ നമ്മുടെ ഭവനത്തിലുണ്ടെങ്കിൽ, നമ്മുടെ ഭവനത്തിൽ നമ്മളായിരിക്കുമ്പോൾ ഉയർച്ചകൾക്ക് പ്രശ്നം, എപ്പോഴും ഭിന്നത, കടബാധ്യതകൾ, രോഗങ്ങൾ വിട്ടുമാറാതിരിക്കുന്നു, വഴക്കും ബഹളവുമാണ്, മരണചിന്തകൾ, ഇങ്ങനെ വിട്ടുമാറാത്ത കാര്യങ്ങൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ, എത്ര അധ്വാനിച്ചിട്ടും കിട്ടുന്ന പൈസയൊന്നും കൈയിരിക്കുന്നില്ല എങ്കിൽ ഓർത്തോ, അത് ശക്തൻ അപഹരിച്ചു കൊണ്ടിരിക്കുക. യേശു തൻ്റെ വാക്കിനാൽ പറഞ്ഞു കഴിഞ്ഞു, പരിശുദ്ധാത്മാവിനാൽ നമ്മളവിടെ ഡെലിവറൻസ്, ആ ഭവനത്തെ വിശുദ്ധീകരിക്കണം. ആ ഭവനത്തിലുള്ള ശക്തനെ പിടിച്ചുകെട്ടി. സ്തോത്ര, ഹല്ലേലൂയ. ആ വചനഭാഗം നമുക്കൊന്ന് വായിക്കാം. ശക്തൻ ആയുധധാരിയെ തൻ്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുമ്പോൾ അവൻ്റെ വസ്തുക്കൾ സുരക്ഷിതമാണ്. എന്നാൽ കൂടുതൽ ശക്തൻ ഹോളി സ്പിരിറ്റ് ആ ഭവനത്തിൽ ഇറങ്ങി അന്ധകാരത്തിൻ്റെ ആധിപത്യം പുലർത്തിരുന്ന നമ്മുടെ ഭവനങ്ങളിൽ പരിശുദ്ധാത്മാവിനെ ഇറക്കി അവിടെ ഡെലിവറൻസ് ചെയ്യണമെന്ന് യേശു പറയുന്നത്. മോളിൽ പറഞ്ഞ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ എക്സാമ്പിളാണ് താഴെ പറയുന്നത്. മോളിൽ തന്നെ പറഞ്ഞ്, എന്നാൽ ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാചുകളെ പുറത്താക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞു. നിങ്ങളുടെ ഭവനത്തിൽ ശക്തനായ ഒരുവൻ സർവ്വ ആയുധവർഗവും ധരിച്ച് നിങ്ങളെ പൂട്ടിയിട്ടിരിക്കുകയാണെങ്കിൽ, കൂടുതൽ ശക്തനായ ഒരുവൻ അവിടെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ അവൻ ആശ്രയിക്കുന്ന ആയുധവർഗം മറ്റവൻ അപഹരിക്കുകയും കൊള്ള മുതൽ ഭാഗിച്ചെടുക്കുകയും ചെയ്യും. എൻ്റെ അർത്ഥം, അന്ധകാരം വാഴുന്ന നിന്റെ ഭവനത്തിൽ ദൈവം ഇറങ്ങിയാൽ ദൈവരാജ്യം അവിടെ വന്നു കഴിഞ്ഞു. അന്ധകാരം വാഴുന്ന നിന്റെ ഭവനത്തിൽ, നിന്റെ ഹൃദയത്തിൽ ദൈവരാജ്യം ഇറങ്ങണം. സ്തോത്ര, ഹല്ലേലൂയ. വളരെ വ്യക്തമായിട്ട് താഴോട്ട് വീണ്ടും ദൈവം എക്സാമ്പിളിലൂടെ അത് പറയും. എന്താണ്? അശുദ്ധാത്മാവ് ഒരുവനെ വിട്ടുപോയാൽ, അതന്നെ വിട്ടുപോയാൽ, അശുദ്ധാത്മാവ് വിട്ടുപോയാൽ അവൻ, നമ്മൾ നേരത്തെ വെച്ചു, വിശുദ്ധനായില്ലേ? എന്നാൽ ശ്രദ്ധിക്കാം, വരണ്ട സ്ഥലങ്ങളുടെ ആശ്വാസം തേടി അലഞ്ഞു നടക്കും. കണ്ടെത്താതെ വരുമ്പോൾ അത് പറയുന്നു, ഇറങ്ങിപ്പോന്ന ഭവനത്തിലേക്ക് ഞാൻ തിരിച്ചു ചെല്ലും. തിരിച്ചു വരുമ്പോൾ ആ വീട് അടിച്ചുവാരി സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്നതായിരുന്നു. അപ്പോൾ അവൻ പോയി തന്നെക്കാൾ ദുഷ്ടരായ മറ്റ് 7 അശുദ്ധാത്മാക്കളെ കൊണ്ടുവന്ന് അവിടെ പ്രവേശിച്ചു വാസമുറപ്പിക്കുന്നു. അങ്ങനെ ആ മനുഷ്യൻ്റെ സ്ഥിതി ആയത്തേക്കാൾ മോശമാകുന്നു. ഈ ഒരു വാക്യം പണ്ഡിതന്മാർ പല രീതിയിലാണ് വ്യാഖ്യാനം ചെയ്യുന്നത്. ഒരു ഭവനത്തെക്കുറിച്ച് അവിടെ പറയുന്നത് ഇസ്രായേലിനെയാണ് എന്നൊരു കൂട്ടം പണ്ഡിതന്മാർ പറയുക. ഇസ്രായേൽ മാനസാന്തരപ്പെടാത്തത് കൊണ്ട് ഇസ്രായേൽ ഭവനങ്ങൾ പലരും അവരിങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്. സ്നാപക യോഹന്നാൻ്റെ പ്രസംഗം കേട്ടു അവർ മാനസാന്തരപ്പെട്ടു, പക്ഷെ ക്രിസ്തുവിനെ സ്വീകരിച്ചില്ല. നീ ബേൽസെബൂലിനെ കൊണ്ടാണ് ഡെലിവറൻസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ക്രിസ്തുവിനെ വിശ്വസിക്കാത്തത് കൊണ്ട് അന്ധകാരം ആ ഭവനത്തിലേക്ക് തിരിച്ചു വന്നു. നീ മാനസാന്തരപ്പെടാനൊക്കെ ശ്രമം നടത്തി, നീ നല്ല രീതിയിലൊക്കെ ചെയ്തു, പക്ഷെ ക്രിസ്തുവിനെ സ്വീകരിച്ചോ ഇല്ലയോ? ഇതാണ് ചോദ്യം. ദൈവരാജ്യം നിന്നിൽ ഇറങ്ങണം, ക്രിസ്തു നിന്നിൽ ഇറങ്ങണം. ഇല്ലെങ്കിൽ വീണ്ടും നിന്നിലേക്ക് ശക്തമായ അന്ധകാരം വന്ന് നിന്നെ നശിപ്പിക്കും. തന്നെക്കാൾ ശക്തരായ ദുഷ്ടരായ ആ ഇസ്രായേലിൻ്റെ സ്ഥിതി, യേശുവിനെ അവർ സ്വീകരിക്കാത്തത് കൊണ്ട് 40 വർഷങ്ങൾക്ക് ശേഷം ആ രാജ്യം വീണ്ടും, യേശുവിന് ശേഷം 40 വർഷത്തിന് ശേഷം അവിടുത്തെ സ്ഥിതി വളരെ കഷ്ടമായി. അന്ധകാരം വന്ന് അവിടുത്തെ സ്ഥിതി ആദ്യത്തെക്കാൾ കഷ്ടമായി. എല്ലാ ഇസ്രായേലിനെയും അവിടെ നിന്ന് പുറത്താക്കി. ഇസ്രായേലിനെ പറ്റിയാണ് പറയുന്നത് എന്നൊരു പക്ഷം വാദിക്കാറുണ്ട്. വേറൊരു കൂട്ടർ വാദിക്കുന്നത് ഇങ്ങനെയാണ്: നിന്റെ ഹൃദയമാണ്, പാപം നിമിത്തം നീ ജീവിച്ചിരുന്നു, എന്നാൽ നീ തീരുമാനിക്കുന്നു പാവമൊന്നും വേണ്ടെന്ന്, ഞാൻ നല്ല രീതിയിൽ പോയിക്കോളാം. പക്ഷെ നീ ക്രിസ്തുവിനെ സ്വീകരിച്ചില്ല എങ്കിൽ
ക്രിസ്തുവില്ലാതെ ഒരു പൂർണ്ണത ഒരിക്കലുമില്ല. ശക്തനായവൻ വന്ന് അന്ധകാരത്തെ പിടിച്ചുകെട്ടി ഡെലിവറൻസ് നടത്തി ദൈവരാജ്യം നിന്നിൽ ആണെങ്കിൽ മാത്രമേ യഥാർത്ഥമായ വിടുതലുള്ളൂ എന്ന് ദൈവവചനം വായിക്കുകയാണ്. സ്തോത്രം, ഹല്ലേലൂയ. വചനം വളരെ ശക്തമായി പറയുകയാണ്, നിന്റെ പരിശുദ്ധാത്മാവിനാലാണ് ഞാൻ ഡെലിവറൻസ് നൽകുന്നതെങ്കിൽ ദൈവരാജ്യം വന്നു കഴിഞ്ഞു. സ്തോത്രം, ഹല്ലേലൂയ. ബ്രദർ എപ്പോഴും പറയാറുണ്ട്, ഈ അടുത്തിടയ്ക്കും പറഞ്ഞു, എല്ലാവരും ഡെലിവറൻസിന് ദൈവരാജ്യത്തിൻ്റെ ശക്തി നിങ്ങളുടെ ഉള്ളിൽ കുറഞ്ഞു തോന്നുന്നു എന്ന് തുടങ്ങിയാൽ അപ്പോൾ തന്നെ പോയി ഡെലിവറൻസ് പ്രെയറിൽ നിങ്ങൾ പങ്കെടുക്കണം. ഡെലിവറൻസ് ഇറങ്ങി നിങ്ങൾ ശക്തിപ്പെടുത്തണം. ദൈവരാജ്യത്തിൻ്റെ ശക്തി നിങ്ങൾ കുറയുവാണെങ്കിൽ മലമുകളിൽ പോകണം, പേഴ്സണൽ പ്രെയർ എന്ന് പ്രാർത്ഥിച്ചോണം. ദൈവരാജ്യത്തിൻ്റെ ശക്തി കുറയാൻ അനുവദിക്കരുത്. എങ്ങനെയാണ് ദൈവരാജ്യത്തിൻ്റെ ശക്തി ഉള്ളിൽ ബലപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? അന്ധകാരത്തിൻ്റെ സാന്നിധ്യങ്ങൾ ഉള്ളിൽ നിറയുമ്പോൾ യേശുവിൻ്റെ ഡെലിവറൻസ് ഇറങ്ങി നിന്നെ വിടുവിക്കണം. സ്തോത്രം, ദൈവരാജ്യം നിന്നിൽ ഇറങ്ങും. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ഡെലിവറൻസിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. യേശുവിൻ്റെ വിടുതൽ ഇറങ്ങുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണം. പേഴ്സണൽ പ്രെയർ വേറെ എപ്പോഴും പറയാറുണ്ട്, ഇങ്ങനെ ഞങ്ങളെ പഠിപ്പിച്ചു തരും പറയാറുണ്ട്, നീ നിത്യജീവിതത്തിൽ, നമ്മളെല്ലാം നിത്യജീവിതത്തിൽ പല ആൾക്കാരോടും പല തരത്തിലുള്ള വ്യക്തികളോടെല്ലാം ഇടപഴകുന്ന ആൾക്കാരാണ്. നമ്മളെല്ലാം നിത്യജീവിതത്തിൽ പല സ്ഥലങ്ങളിലും പല സ്ഥലത്തെല്ലാം പോവുകയും വരികയും നടക്കുകയും എല്ലാം ചെയ്യുന്നവരാണ്. അവിടെയൊക്കെ പാപ സാഹചര്യങ്ങളുണ്ട്, ട്രാൻസ്ഫർ ബോണ്ടേജിൻ്റെ സാധ്യതകളെല്ലാം ഉണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്കറിയത്ത നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ എന്തൊക്കെ സാഹചര്യങ്ങളാണ് നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന അടുത്തിരിക്കുന്നവരൊക്കെ എങ്ങനെയുള്ളവരാണ് നമുക്കറിയത്ത് പോലുമില്ല. ട്രാൻസ്ഫർ ബോണ്ടേജിൻ്റെ സാധ്യതകളൊക്കെ ഉണ്ട്. സ്തോത്രം. എന്താണ് ഇതിനെ അഴിക്കാൻ, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ട്രാൻസ്ഫർ ബോണ്ടേജുള്ള ലോകത്തിൽ ഇങ്ങനെയാണ് ജീവിക്കാൻ പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട്. ഈ ട്രാൻസ്ഫർ ബോണ്ടേജ് നിറഞ്ഞ ഒരു സ്ഥലത്ത് എങ്ങനെ ജീവിക്കും? അങ്ങനെയുള്ള സ്ഥലത്ത് വേറെ എപ്പോഴും പറയണ്ടേ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ സ്കൂളിലൊക്കെ ഇടപെടുമ്പോൾ ചില പിള്ളേർ തിന്മയ്ക്കും അശുദ്ധിക്കൊക്കെ അടിമപ്പെട്ടവരാ. പ്രാർത്ഥനക്കാരെ പിള്ളേർ പോയി അവരുടെ കൂടെ പോയിരിക്കും, കുഞ്ഞുങ്ങൾ കളിക്കുമ്പോഴൊക്കെ ഇടപെടും. പക്ഷെ നമ്മളറിയാതെ ചില ട്രാൻസ്ഫർ ഈവിൾ സ്പിരിറ്റിൻ്റെ ചില സാന്നിധ്യങ്ങൾ നമ്മളെ പ്രോംപ്റ്റ് ചെയ്യാൻ തുടങ്ങും, ട്രിഗർ ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെയുള്ള സാന്നിധ്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ എങ്ങനെ അതിജീവിക്കാം? രാത്രിയിൽ നീയും ദൈവവുമായിട്ടുള്ള പേഴ്സണൽ പ്രെയറിൽ ദൈവത്തെ ധ്യാനിച്ചിരിക്കുമ്പോൾ, സ്തോത്ര, ഹല്ലേലൂയ, ദൈവിക ശക്തി നിന്നിൽ ഇറങ്ങുമ്പോൾ എല്ലാ ട്രാൻസ്ഫർ ബോണ്ടേജുകളുടെയും ഈവിൾ സ്പിരിറ്റിൻ്റെ സാന്നിധ്യങ്ങളും നിന്നിൽ നിന്ന് അഴിഞ്ഞു മാറും. ദൈവത്തിൻ്റെ ശക്തി, ശക്തനായവൻ ഇറങ്ങിയാൽ, അതിശക്തനായവൻ ഇറങ്ങിയാൽ, നിന്നെ കീഴ്പ്പെടുത്താൻ നിൽക്കുന്ന അന്ധകാരത്തെക്കാൾ വലിയ ശക്തിയുള്ള ദൈവ സാന്നിധ്യം ഇറങ്ങിയാൽ കെട്ടുകൾ അഴിയുമ്പോൾ ഡെലിവറൻസിന് വിധേയപ്പെടണം, വിടുതൽ സംഭവിക്കും. ദൈവവചനം നിന്നെ ശുദ്ധീകരിക്കുമെന്ന്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണമേ. നമ്മൾ അനുദിന ജീവിതത്തിൽ അനുനിമിഷം വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന, അനുനിമിഷം ദൈവത്തിന്റെ ശക്തി ഉള്ളിൽ ആ മൺപാത്രത്തിലെ നിധിയെ അത് കെടാതെ കാത്തു സൂക്ഷിക്കുവാൻ പാടുപെടുന്ന, അല്ലെങ്കിൽ കാത്തു സൂക്ഷിക്കാൻ കൃപയിൽ ആശ്രയിക്കുന്ന വ്യക്തികൾ അനുനിമിഷം ആത്മാവിൽ പ്രാർത്ഥിച്ച് ബലപ്പെടുകയും ഡെലിവറൻസ് അനുഭവം അവരുടെ മേലും അവരുടെ ഭവനത്തിലും അവരുടെ വസ്തുക്കളുടെ മേലും ഡെലിവറൻസ് പ്രെയറുകൾ നടന്നിരിക്കണം അനുനിമിഷം. സ്തോത്ര, ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളെല്ലാം ഡെലിവറൻസ് പ്രെയറിന് വളരെ പ്രാധാന്യം കൊടുക്കണം. തകർച്ചകൾ, കുറേ നാളുകളായിട്ട് ബിസിനസ് തകർച്ച വേറെ, കുറേ നാളുകളായിട്ട് കാര്യങ്ങളൊന്നും ശരിയാകുന്നില്ല വേറെ, പല ആലോചനകൾ വന്നിട്ട് ശരിയാകുന്നില്ല വേറെ. ശരിയാകുന്നില്ല എങ്കിൽ ശരിയാക്കണം. You have to fix it with the help of Jesus. നീ അത് ക്രമപ്പെടുത്തണം യേശുവിൽ. ഈ ശരിയാക്കി തരുന്നത് യേശുവാണ്. നിന്റെ മുടിനാഴിര പോലെ എണ്ണപ്പെട്ടിരിക്കുക. എല്ലാം ദൈവം നടത്തി തരണം. ഇല്ലാത്ത പക്ഷം ഒന്നും നടക്കുന്നില്ലാത്ത പക്ഷം ഏതോ ഒരുത്തൻ നിന്നെ കെട്ടിയിട്ടിരിക്കുക. ബ്രദറെ, സാമ്പത്തിക ബാധ്യതകൾ നാളുകളായിട്ടുണ്ടോ? നീ പ്രാർത്ഥിക്കണം, സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. നിന്നെ ചോർത്തിക്കൊണ്ടു പോവുകയാണ്. രോഗങ്ങൾ അടിക്കടി വന്നുകൊണ്ടുണ്ട്. രോഗം മനുഷ്യനായ രോഗമൊക്കെ ഉണ്ടോ? അതല്ല, നിന്നെ അടിക്കുന്ന രോഗമുണ്ട്. ഒന്ന് മാറി രോഗം തന്നെ. ഒരു ജോലിയുണ്ട്, ഒരു ഉയർച്ചയില്ല. ഇങ്ങനെ വർഷങ്ങളായിട്ട് ചതഞ്ഞ് കുടുംബമുണ്ട്, ഒരു സുഖമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും അസ്വസ്ഥതയും പ്രശ്നങ്ങളുമാണ്. കുടുംബജീവിതത്തിൻ്റെ സന്തോഷം അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. വിദ്യാഭ്യാസം പഠിക്കുന്നുണ്ട്, ഒന്നും തലേ കയറുന്നില്ല വേറെ. ഇവിടെ ചിലത് നമ്മളിലേക്കും ഇതിങ്ങനെ വിധിയാണ്. അല്ല, അസ്വാഭാവികമായ സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾ ഡെലിവറൻസ് ചെയ്യപ്പെടാനുണ്ട്. ഡെലിവറൻസിന് വിധേയപ്പെടേണ്ടവരാണ്. ദൈവരാജ്യം ഇറങ്ങണം. ദൈവരാജ്യത്തിൻ്റെ ആനന്ദം, ഭക്ഷണോപാനീയം ഇല്ലാതെ ആത്മാവിൽ സന്തോഷമൊക്കെ തന്നെ. ദൈവരാജ്യത്തിൻ്റെ ഒരു വിടുതലൊരു അനുഗ്രഹമുണ്ട്. ദൈവത്തിൻ്റെ നടത്തിപ്പോന്നാൽ ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുക.
രാജാവിനാൽ നിയന്ത്രിക്കപ്പെടുക. ദൈവമാണ് രാജാവ്. ദൈവത്താൽ കൺട്രോൾ ചെയ്യപ്പെടുക. ദൈവത്തിൻ്റെ കൺട്രോൾ ലഭിക്കുന്നില്ല എങ്കിൽ, ദൈവത്തിൻ്റെ നിയന്ത്രണം നമ്മുടെ മേൽ ഇല്ല എങ്കിൽ ഓർത്തോ, നമ്മൾ ഔട്ട് ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ രാജ്യത്തിന് പുറത്തുള്ളത് കൊണ്ടാണ് അന്ധകാരം നിന്നെ ശക്തനായോ നിന്നെ കെട്ടിയിട്ടിരിക്കുന്നത്. ശക്തനായോ നിന്നെ കെട്ടിയിട്ടെങ്കിൽ ഇന്ന് രാത്രി ആ കെട്ടുകൾ അതിശക്തനായ ദൈവത്തിൻ്റെ ശക്തിയിൽ അഴിക്കണം. നീ റിലീസാണെന്ന ദൈവം ഇന്ന് രാത്രി നമ്മളോട് പറയുന്നത്. നീ എത്ര നാളെ കഷ്ടതയിലായിട്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ജീവിച്ചിട്ടുള്ള വിടുതൽ സംഭവിച്ചേ മതിയാകത്തുള്ളൂ. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യം ഇന്ന് ഡെലിവറൻസ് ആയിട്ട് നമ്മുടെ മേലിറങ്ങട്ടെ. യേശു പറഞ്ഞ വചനത്തെ ഒന്ന് വായിക്കുക. എന്നാൽ ദൈവകരം കൊണ്ടാണ് ഞാൻ പിശാചുകളെ പുറത്താക്കുന്നത്. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. യേശുവിനാൽ ഡെലിവറൻസ് ആക്കപ്പെടണം. യേശുവിനാൽ വിടുതൽ ലഭിക്കുവാൻ വേണ്ടി നമുക്കിന്ന് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് ഒന്ന് ഓർത്ത് എല്ലാവരും ശ്രദ്ധിച്ച്, നാളുകളായിട്ട് വഴി നടത്തിപ്പില്ല, മുന്നോട്ടുള്ള കാര്യങ്ങൾ ബ്ലോക്കായി കിടക്കുന്നു, രോഗാവസ്ഥകൾ അടിക്കടി വന്നുകൊണ്ടിരിക്കുന്നു, അസ്വാഭാവികമായ രോഗങ്ങൾ, ഭവനത്തിൽ ഇങ്ങനെ അസ്വസ്ഥതയാണ്, എന്നും പ്രശ്നങ്ങൾ, ഉയർച്ചയില്ല, ഇങ്ങനെ തടസ്സങ്ങളുടെ ഒരു നീണ്ട നിര ആണെങ്കിൽ ഓർത്തോ, എന്തൊക്കെയോ നിന്നെ ബ്ലോക്ക് ചെയ്തിട്ടേക്കുക. എന്നാൽ ദൈവിക നടത്തിപ്പ് അങ്ങനെ തടസ്സങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എന്തിനും അത്ഭുതകരമായിട്ടൊരു വഴി നടത്തൽ അനുഭവപ്പെടും. ദൈവം നയിച്ചു, ദൈവം കണ്ടു. ഈച്ച് ആൻഡ് എവറി ഡേ വി ഹാവ് എ ടെസ്റ്റിമണി. എല്ലാ ദിവസവും ഒരു സാക്ഷി അനുഭവം നമുക്കുണ്ടാവും. ദൈവത്തിൻ്റെ ഇന്ന് ദൈവം അത്ഭുതം പ്രവർത്തിച്ചു, ഇന്ന് ദൈവം ഇന്നത് ചെയ്തു, ഇന്ന് ദൈവം ഇന്നത് കാണിച്ചു തന്നു. ഇങ്ങനെ ഓരോ ദിവസവും ടെസ്റ്റിമണി അനുഭവമായിരിക്കും നമുക്ക്. അതാ ദൈവത്തിൻ്റെ കരം. അതുകൊണ്ട് യേശു പറഞ്ഞു, നിങ്ങൾ ഡെലിവറൻസിന് വിധേയപ്പെടണം. യേശുവിൻ്റെ വാക്കുകളിലൂടെ തന്നെ പറഞ്ഞു, ദൈവരാജ്യം ഇറങ്ങണമെങ്കിൽ ഡെലിവറൻസ് നടക്കപ്പെടണം. സ്തോത്രം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് എവിടെയെങ്കിലും സാത്താൻ ശക്തനായവൻ നിന്നെ പിടിച്ചു കെട്ടിയിട്ടുള്ള അനുഭവം എവിടെയെങ്കിലും അനുഭവപ്പെട്ടാൽ ഓർത്തോ, നിന്റെ ഭവനത്തിനും നിനക്കും നമുക്ക് ഓരോരുത്തർക്കും ഡെലിവറൻസ് ആവശ്യമാണ്. നമുക്ക് അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. പാപത്തിൻ്റെ കെട്ടുകളിൽ നിന്ന് ദൈവം നമ്മളെ വിടുവിക്കട്ടെ, കൃപ നമ്മളെ വിടുവിക്കട്ടെ. ഇത്രയും ഭവനങ്ങളുടെ മേൽ ഡെലിവറൻസ്, വ്യക്തി ജീവിതങ്ങളുടെ മേൽ ഡെലിവറൻസ് ഇറങ്ങട്ടെ. പേഴ്സണൽ ആത്മീയ ജീവിതത്തിൻ്റെ മേലൊരു ഡെലിവറൻസ് ഇറങ്ങട്ടെ. ഒരു ഡെലിവറൻസിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. ഇന്ന് അന്ധകാര ശക്തിയെ പിടിച്ചു കെട്ടി ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങി വിടുതൽ നൽകുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഭവനങ്ങളെല്ലാം നമുക്ക് ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭവനത്തെ യേശുവിനെ ഡെലിവറൻസ് ചെയ്യുന്നതിന് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ മണ്ണിൻ്റെ മേൽ യേശുവിൻ്റെ നാമത്തിൽ വിടുതിറങ്ങട്ടെ. ഞങ്ങളുടെ ശരീരത്തിന് മേൽ രോഗക്കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ. ശാപത്തിൻ്റെ പാപത്തിൻ്റെ കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ. അന്ധകാരം പൂട്ടിവെച്ചിരിക്കുന്ന എല്ലാ പ്രതിസന്ധിയും ഇന്ന് വിടുതൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഫ്യൂച്ചർ തുറക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ തടസ്സങ്ങൾ വഴിമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഭവനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു, ജോലിയെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങളെ തലമുറ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങട്ടെ എന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഡെലിവറൻസ് സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഈ ഒരു മാസം ഞങ്ങൾ പ്രാർത്ഥനാ വിഷയങ്ങൾ യേശുവിന് മുമ്പിൽ സമർപ്പിക്കുകയാണ്. കർത്താവേ, തടസ്സമായി കിടക്കുന്ന, വർഷങ്ങളായി കിടക്കുന്ന തടസ്സങ്ങളെ യേശുവിന് അഴിച്ചു മാറ്റുന്ന സ്തോത്രം. അന്ധകാര ബന്ധങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയുടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ.